ഒരു ഗുരുവിൻ്റെ അടുത്തു നിന്നും പ്രാപ്തമാക്കുന്ന വിദ്യ മറ്റു വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും നമുക്ക് ആവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ പ്രയോഗിക്കുവാനും അറിവ് നേടിയെടുക്കുവാനും മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നതാണ്. നാം ഒരു ഗുരുവിൻ്റെ അടുത്തു നിന്നാണ് വിദ്യ അഭ്യസിച്ചതെങ്കിൽ ആ വിദ്യ നാം ഗ്രഹിക്കുന്ന സമയത്ത് നമ്മളുടെ ശ്രദ്ധയും ഏകാഗ്രതയും അവിടെ അർപ്പണ മനോഭാവവും നാം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഗുരുവിൽ നിന്നും പഠിച്ച വിദ്യ എന്തു തന്നെ ആയാലും നമുക്ക് പ്രയോജനം ലഭിക്കുന്ന വിധത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമ്മളുടെ അറിവ് നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്നുമാണ് വരുന്നത്. നാം അറിവും ജ്ഞാനവും നമുക്ക് വർദ്ധിക്കണമെങ്കിൽ നാം നമ്മുടെ ശക്തിയെ തിരിച്ചറിയണം. നമ്മുടെ ശക്തി എന്തെന്നും മറ്റുള്ളവരെ നാം എങ്ങനെ കാണുന്നെന്നും നാം ആദ്യമേ തിരിച്ചറിയണം. മാതാപിതാ ഗുരു ദൈവം ഈ മൂന്നും പേരെയും ബഹുമാനിക്കുന്ന വ്യക്തികൾ തീർച്ചയായും ഉന്നതങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. സ്വന്തം സാമർത്ഥ്യത്തിൽ ഒരിക്കലും അഹങ്കരിക്കരുതും. സ്വന്തം സാമർത്ഥ്യത്തിൽ അഹങ്കരിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ഉന്നതങ്ങളിൽ എത്തിച്ചേരുകയില്ല. അവരുടെ ഓരോ ചുവടുവെപ്പിലും അവർക്ക് പരാജയത്തെ നേരിടേണ്ടതായി വരും. നാം നമ്മുടെ സ്വന്തം കഴിവിലും പ്രാപ്തിയിലും വിശ്വസിക്കുക. നമുക്ക് അഹങ്കാരമില്ലെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് ഏതൊരു ലക്ഷ്യത്തിലും എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. നമ്മളുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും വിശ്വസിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. ഓരോ പടി നാം ഉയരങ്ങളിലോട്ട് വെക്കുമ്പോഴും നമ്മളുടെ കാലുകൾ ഇടരാതെ സൂക്ഷിക്കണം. നമ്മളുടെ തിരിച്ചറിവാണ് നമ്മെ ബോധവാനാക്കുന്നത്. ഏതൊരു കാര്യത്തിലും പോകുമ്പോൾ നാം നമ്മളുടെ ധൈര്യവും മനസ്സിൻ്റെ അർപ്പണ മനോഭാവവും വളർത്തിക്കൊണ്ടാണ് നാം വിജയത്തിലേക്ക് ഓരോ ചുവട് വെക്കുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും കാലിടറുകയില്ല. നമ്മൾ വിജയത്തിൽ തീർച്ചയായും എത്തിച്ചേരുന്നതാണ്. നമ്മളുടെ നിരന്തരമായ പരിശ്രമവും പരിശീലനവും നമ്മെ ദൃഢതയുള്ളവനാക്കി തീർക്കുന്നതാണ്. ദൃഢതയെന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിൽ തന്നെ ഉണ്ടാകേണ്ടതാണ്. അത് നമ്മുടെ ആത്മാവിൻ്റെ സഹജമായ ഗുണമാണ്. അവനവൻ്റെ ആത്മാവിലും അവനവൻ്റെ കഴിവുകളിലും വിശ്വസിക്കുക. സ്വന്തം കഴിവുപയോഗിച്ച് എന്തും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. നാം ചെയ്യുന്ന കാര്യത്തിൽ സത്യമുണ്ടായിരിക്കണം. നീതിയും ന്യായവും എന്തെന്ന് തിരിച്ചറിവോടെ നാം ഏതൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അതിന് ഫലം ലഭിക്കുന്നതാണ്. നാം ഒരിക്കലും ചതിവും വഞ്ചനയും പ്രവർത്തിക്കരുത്. മറ്റു വ്യക്തികളെ വിഷമിപ്പിക്കുന്ന തരത്തിലൊന്നും ചെയ്യാനും പാടില്ല. അങ്ങനെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നതാണ്. നിങ്ങൾ ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരെ ബഹുമാനിക്കുക. മറ്റുള്ളവരുടെ വാക്കുകളെ കേൾക്കാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉയരങ്ങളിലും ലക്ഷ്യപ്രാപ്തിയിലും എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അധ്യാപകൻ്റെ അറിവിനെ യഥാസമയത്തിൽ നാം ഗ്രഹിക്കുകയാണെങ്കിൽ ഏതൊരു ഗുരുനാഥനിൽ നിന്നാണോ നാം വിദ്യ അഭ്യസിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ ഗുരുവിൻ്റെ അറിവിനെ നാം ഗ്രഹിക്കുമ്പോൾ ആ ഗുരുവിൽ നിന്ന് നമുക്കത് ലഭിക്കണമെന്ന് പൂർണ്ണ മനോഭാവത്തോടെയും ശ്രദ്ധയോടെയും ഏകാഗ്രതയോടെയും ആ അറിവിനെ ഗ്രഹിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായും ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് ആ അറിവ് പ്രാപ്തമാക്കുവാൻ സാധിക്കുന്നതാണ്. ആ അറിവിൽ നിന്നും നിങ്ങൾക്ക് വെളിച്ചത്തിൻ്റെ നിറദീപമായി തിളങ്ങി നിൽക്കുവാനും ആ വെളിച്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് മറ്റ് വ്യക്തികൾക്കും അറിവ് പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നതാണ്. ഒരാൾ ഉയരങ്ങളിലെത്തുന്നത് അവനവൻ്റെ പ്രയത്നവും കഠിന അധ്വാനവും കൊണ്ട് മാത്രമാണ്. മറ്റൊരാളുടെ പ്രയത്നത്തിൽ ഒരിക്കലും ഒരാൾക്ക് സ്ഥിരമായി നിലനിൽക്കുവാനോ ഉയരങ്ങളിൽ എത്തിച്ചേരുവാനോ സാധിക്കുന്നതല്ല. സ്വന്തം പ്രവൃത്തിയും സ്വന്തം കർമ്മവും ബലവുമാണ് നമുക്ക് നേടിയെടുക്കേണ്ടതായി ഉള്ളത്. അതിനെ വിശ്വസിക്കുക. സ്വന്തം പ്രയത്നത്തിലും സ്വന്തം അർപ്പണ മനോഭാവത്തിലും ഉറച്ചു നിന്നുകൊണ്ട് ഏതൊരു കാര്യം പ്രവർത്തിച്ചാലും നിങ്ങൾക്കത് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. സ്വന്തം ആത്മാവിലും സ്വന്തം കഴിവിലും വിശ്വസിക്കുക. ഏകാഗ്രതയോടെ എല്ലാ കാര്യവും ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മംഗളം ഭവിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഇത്രയും വാക്കുകളെ പറയുന്നുള്ളൂ. അപ്പം എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ എല്ലാ വീഡിയോയിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.